60 മണിക്കൂറുള്ള ഒരു ട്രെയിൻ യാത്ര, അതായത് ഇന്ത്യയുടെ ഒരു അറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് 3000-ന് മേലെ കിലോമീറ്ററുകൾ. അപ്പോൾ നമ്മളത് ഏറ്റവും പതിയാണ് ആ ഒരു യാത്ര തുടങ്ങുന്നത്. അതായത് ട്രെയിനിലാണ് പോകുന്നത്. ആ ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന മനുഷ്യർ അല്ലെങ്കിൽ കാഴ്ചകൾ, അനുഭവങ്ങൾ പലതും ഏറ്റവും സാവകാശമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിപ്പോൾ ട്രെയിനിന് പകരം നടക്കുകയാണെങ്കിൽ അതിനും സാവകാശം വരും. അപ്പോൾ ഞാൻ മനസ്സിലാക്കണത് എന്താ വെച്ചാൽ, ഞാനീ പോയ യാത്രയിൽ ട്രെയിൻ ചൂസ് ചെയ്തപ്പോൾ ഞാൻ പലപ്പോഴും അങ്ങോട്ടുള്ള യാത്രകളിൽ കൂടുതലും ട്രെയിൻ തന്നെ, ഒരു പ്രാവശ്യം മാത്രമാണ് ഫ്ലൈറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പതിയെ പോകുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിതൊരു യാത്ര എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ടൂർ പോണ പോലെയല്ല. ഒരാൾ ഒറ്റയ്ക്ക് പോവാന്ന് പറയുമ്പോൾ അത് അയാൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അയാളുടെ ഉള്ളിൽ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ആൾ പോകുന്നത്. സീരിയസ് ആണത്. അപ്പോൾ ആ പോകുന്ന യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ തിരക്കിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ, പെട്ടെന്ന് കണ്ടു പറയുന്ന കാര്യങ്ങളുണ്ടാവും, കൂടുതൽ നേരം നമ്മൾ നോട്ടം വെക്കുന്ന കാര്യങ്ങളുണ്ടാവും, ചിലത് കണ്ടു കഴിഞ്ഞ് കുറേ നേരം മനസ്സിൽ ചിന്തിച്ചു പോകുന്ന കാര്യങ്ങളുണ്ടാവും, ചിലത് കാഴ്ചകളിലൂടെ നമ്മൾ കുറേ നേരം നോക്കുക, അല്ലെങ്കിൽ ചിലത് ചിന്തകളിലൂടെ ആവും. അപ്പം അങ്ങനെ കടന്നു പോയിട്ടാണ് നമ്മൾ ഈ ഒരു അറ്റത്തു നിന്ന് ആ അറ്റത്തേക്ക് എത്തുന്നത്. അപ്പം അവിടെ എത്തിയാലും നമ്മൾ നമ്മളുടേതായ ലോകത്തിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ പല ദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും നമ്മളുടേതായിട്ടുള്ള ഒരു സംഭവത്തെയാണ് നമ്മളുടെ മൊത്തം ചുറ്റുഭാഗം പൊതിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പുറപ്പെട്ട് സോളോ ആയിട്ട് പോയി. പക്ഷെ സോളോ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ള ഇതുപോലത്തെ മൈൻഡ് സെറ്റിൽ ഇറങ്ങിയ വേറെ ചില ആളുകളുണ്ടാവും. അവർ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളെ കണ്ടെത്തുന്നു, അതുപോലെ നമ്മൾ ഇതുപോലെ വേറെ ആളെ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന മനുഷ്യർ ഈ ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ഭയങ്കര വാല്യുബിൾ ആണ്. എന്താ വെച്ചാൽ നമ്മൾ അവർക്കും ചിലത് പകർന്നു കൊടുക്കും, അവർ ചിലപ്പോൾ നമുക്കും ചിലത് പകർന്നു തരും. അതുപോലെ കുറച്ച് മനുഷ്യർ ഈ യാത്രയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ വല്ല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴോ നമ്മൾ ഇതുവരെ കാണാത്ത ചില മനുഷ്യർ നമ്മളിൽ കണക്ട് ആവും. പിന്നെ ആ ഒരു സ്ഥലം ദേശം വിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മാറുമ്പോൾ കണ്ണീരും കെട്ടിപ്പിടുത്തമായിട്ട് യാത്ര പറഞ്ഞു പോകുന്നവർ ചിലപ്പോൾ പിന്നെ അവരെ കാണില്ല. ചിലപ്പോൾ അവർ പുതിയ മനുഷ്യരായിട്ട് നമ്മളുടെ കൂടെ കുറച്ചു കാലം ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എനിവേ അങ്ങനെ കിട്ടുന്ന നമ്മളാ ഒരു തുടങ്ങിയ യാത്രയിൽ നിന്ന് കിട്ടുന്ന, അങ്ങനെ പോകുന്ന യാത്രയിൽ നിന്ന് കിട്ടുന്ന മനുഷ്യന്മാർ നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവങ്ങൾ തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന കാഴ്ചകളായാലും എന്തായാലും. അപ്പോൾ ഈ ഒരു യാത്രനെ പറ്റി കുറേ സംസാരിക്കണമെന്നുണ്ട് എനിക്ക്. ഓരോ കാര്യങ്ങളും അപ്പോൾ ലൈവ് വിട്ട് പോയി എന്നതിലുപരി ഞാൻ ഉള്ളിൽ കയറ്റിയ പല കാഴ്ചകളും അറിവുകളും ഉണ്ട്. അപ്പൊ അതിലത്തെ ഒരു ചെറിയ സംഭവമാണ് ഇപ്പൊ പറഞ്ഞത്. ബാക്കി പിന്നെ ആവാം.